കേരള ഡാൻസ് ലീഗിന് ഇത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. കാര്യം അടുത്തതായി വേദിയിലേക്ക് എത്താൻ പോണ ഒരു സെലിബ്രിറ്റി ജഡ്ജ് എന്ന് പറയുന്ന മലയാളികൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു യുവ താരമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ നമുക്ക് ഇഷ്ടപ്പെട്ട സംവിധായകൻ്റെ കണ്ടെത്തൽ. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അങ്കമാലി ഡയറീസിലൂടെ കടന്നു വന്ന് നമ്മുടെ എല്ലാം ഹൃദയം കീഴടക്കി എന്നിട്ട് ജിമിക്കി കമൽ ആടി വീണ്ടും വീണ്ടും ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നടി അന്ന രാജൻ. परिंदे इश्के रवा दो नैना परिंदे इश्के रवा रारी रो रिंदिरारा तरारी तरारू रिरा. വീണ്ടും വീണ്ടും സ്വാഗതം കേരള ഡാൻസ് ലീഗിലേക്ക്. അതും ഇത്ര ഗംഭീരമായിട്ട് ഉള്ള ഒരു എൻട്രി ജോണിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്നയുടെ പാട്ടുകളിൽ ഒരെണ്ണം തന്നെ വീണ്ടും ഓർമ്മിച്ച് തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. എനിക്ക് ആ പാട്ടിലൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി. എന്തായാലും അന്ന വീണ്ടും സ്വാഗതം. അങ്കമാലി ഡയറീസ് ആണ് നമുക്ക് എന്നെ തന്നെങ്കിലും അതിനുശേഷം ഒരുപാട് ഇപ്പോൾ സൂപ്പർ ഹിറ്റ് മൂവീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഇതുപോലെ ഇനിയും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയുടെ വേദിയിൽ വന്നൊരു സെലിബ്രിറ്റി ഗസ്റ്റ് ആകുമ്പോൾ? എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെയാണ് ജഡ്ജായിട്ടിരിക്കണേ, അപ്പോൾ അവരോട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം വീണ്ടും അവരെ കാണുമ്പോൾ. പിന്നെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വേദിയിൽ പങ്കിടുന്നത്. ഒരുപാട് സന്തോഷം വിളിച്ചതിന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് പ്രതീക്ഷകളോടെ ആ ജഡ്ജിങ് പാനൽ മാത്രമല്ല വീണ്ടും ഈ വേദിയിലെത്തി ചുവട് വയ്ക്കും എന്ന പ്രതീക്ഷയിലൂടെ ഞാൻ അങ്ങോട്ട് വിടുകയാണ്. അത് വേണം. അപ്പോൾ എന്തായാലും സ്വാഗതം കേരള ഡാൻസ് ലീഗിൻ്റെ സെലിബ്രിറ്റി ജഡ്ജിങ് പാനലിലേക്ക്. परिंदे इश्के रवा കേരള ഡാൻസ് ലീഗിന്റെ മൂന്നാം ഘട്ടത്തിൽ ഈ വേദി സജ്ജമായിരിക്കുകയാണ്. എൻ്റെ ഇടതുവശത്ത് 3 വമ്പൻ ക്യാപ്റ്റൻസ്, ഇവിടെ ഇതാ 4 മിന്നുന്ന ജഡ്ജസ്. ശ്രീധർ മാസ്റ്റർ, ഒരാളുടെ കുറവ് മാത്രമുണ്ട് എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന രസ്നയുടെ. അപ്പോൾ പറയുമ്പോൾ വിഷമമുണ്ട്. മാസ്റ്റർ കാലിൽ കേട്ടിട്ടേ ഇരിക്കാറ്. അപ്പോൾ ശരിക്കും പറയാൻ വിഷമമുണ്ട്. കാര്യം നമ്മളെല്ലാം ഓരോ എപ്പിസോഡിലും നർമ്മം കൊണ്ടും ഒരു നാച്ചുറൽ ഒരു പ്രസൻറ്റേഷൻ കൊണ്ടെല്ലാം നമ്മളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ ഒരാളാണ് രസ്ന. പക്ഷേ രസ്നയ്ക്ക് ആരോഗ്യ കാരണങ്ങളായിട്ട് ഇപ്പോൾ വരാൻ പറ്റുന്നില്ല കേരള ഡാൻസ് ലീഗിൽ. അപ്പോൾ അത് എന്താണെന്ന് രസ്നയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. എല്ലാ അമൃത TV പ്രേക്ഷകർക്കും അതുപോലെ കേരള ഡാൻസ് ലീഗ് ഫാമിലിക്കും എൻ്റെ നമസ്കാരം. ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ KDL നിന്ന് മാറുകയാണ്. ട്രീറ്റ്മെൻറ്റും കുറച്ച് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആരോഗ്യം ശരിയാകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും കേരള ഡാൻസ് ലീഗിൽ വരും. എല്ലാവരും ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്വന്തം ജഡ്ജസായ നമ്മുടെ കേരള ഡാൻസ് ലീഗിൻ്റെ ജഡ്ജസായ ശ്രീധർ മാസ്റ്റർ, ഹലോ. ഭരത്, നമസ്കാരം. ആൻഡ് നമ്മുടെ സ്വന്തം സിസ്റ്റർ കനിഹ, എല്ലാവരെയും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഇരുന്ന് ഒരു എന്താ പറയണ്ടേ കമൻ്റ് അടിക്കാറുള്ള നമ്മുടെ സ്വന്തം എൻ്റെ സുഹൃത്തുക്കൾ 3 ക്യാപ്റ്റൻസ്, വിഷ്ണുപ്രിയ, അനീഷ് റഹ്മാൻ, ഹലോ. ആൻഡ് ജോൺ, എല്ലാവരെയും മിസ് ചെയ്യണു. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കേരള ഡാൻസ് ലീഗിൻ്റെ കണ്ടസ്റ്റൻസ്, ഡയറക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ, ലൈറ്റ്സ്, എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട്. അപ്പോൾ ആരോഗ്യം ശരിയാ, നമുക്ക് KDL വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ. കനി, അപ്പോൾ ഒരു CID പോയിരിക്കുകയാണ്, പക്ഷേ പകരം നമ്മൾ വേറൊരു CIDയെ കൊണ്ടുവരികയാണ്. ഒരു പുലിക്കുട്ടി തന്നെയാണ് വേദിയിലേക്ക് വരാൻ പോകുന്ന കേരള ഡാൻസ് ലീഗിൻ്റെ ആങ്കറായിട്ട് വരുന്നത്. മലയാളി പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആങ്കറാണ്. ചെറിയ പ്രായം മുതലേ ഡാൻസ് പഠിച്ച ഒരു നല്ല നർത്തകിയാണ്. പിന്നെ ഒരുപാട് സവിശേഷതകളുണ്ട്. ആളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വിളിക്കട്ടെ? ഷാൽ വി കോൾ ഓൺ സ്റ്റേജ്? ക്യാപ്റ്റൻസ് റെഡി? അപ്പോൾ നല്ല നിറഞ്ഞ കൈയടിയോടെ മനസ്സിൽ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഗോപിക ഗോപകുമാർ.
யோசித்தாலும் நில்லாமலோடி யோசித்தாலும் நீதான் மனம் தேடும் வான்பாலன் பூவாயனை ஏந்தும் பூபாலன் என் மடியின் மணவாளன் என தோன்றுதே. கங்கனா 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 झुमका 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 पायलिया पायलिया छनक छनक के बोले छनक छनक के बोले ओ बड़ी मुश्किल बाबा बड़ी मुश्किल गोरे गोरे गाल पे है काला काला तिल बड़ी मुश्किल बाबा बड़ी मुश्किल गोरे गोरे गाल पे है काला काला तिल बड़ी मुश्किल बाबा बड़ी मुश्किल दिल पे अटक जाए आशिकों का दिल ഗോപിക താങ്ക് യു വെൽക്കം വെൽക്കം. ജഡ്ജസ് മാസ്റ്റർ ഭരത് കനി അനുഗ്രഹിച്ച് ഞാൻ അങ്ങനെ അങ്ങ് തുടങ്ങാം. എന്താ പറയണേ? സൂപ്പർ Oh, അക്ഷല thank you. നല്ല ആടി അടിപൊളിയായിട്ട് ആടി Thank you, thank സൂപ്പർ ആയിട്ടുണ്ട് ഗോപിക. താങ്ക് യു ബേസിക്കലി ഡാൻസറാ? ആ ബേസിക്കലി ആണ്. ക്ലാസിക്കൽ ആണ് ആക്ച്വലി. 3 വയസ്സ് മുതൽ പഠിക്കുന്നു. എത്ര സ്റ്റൈൽ ഡാൻസ് അറിയാം? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, പിന്നെ സ്കൂൾ കോളേജ് ടൈമിൽ ബോളിവുഡ് ഒക്കെ കളിക്കാൻ. ഹിപ്പ് ഹോപ്പ്, ലോക്കിംഗ്, പോപ്പിംഗ് ഒന്നുമില്ല. ലിച്ചിക്കുട്ടി ഹായ്. ഹായ് ഭരത്. ഹായ് ഹലോ 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 ഹലോ. വെൽക്കം ഗോപിക. താങ്ക് യു കനി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോപികയുടെ കണ്ടിട്ടുണ്ട് ആങ്കറിംഗ് ചെയ്തപ്പോൾ അമൃതയിലുണ്ടായിരുന്നു. ആ സോ താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ബീങ് പാർട്ട് ഓഫ് അവർ ഷോ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് റോക്ക് ടുഗദർ. അപ്പോൾ ഗോപിക പറയൂ, എന്ത് തോന്നുന്നു? നമ്മുടെ അമൃത ക്യാപ്റ്റൻസിനെയും കൂടെ ഒന്നൊരു ഹായ്. ഞാനിനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഉണ്ടാവണം. മനസ്സിലായി. ഞാനും അനീഷും ഒക്കെ പൈസ കൊടുത്ത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇറക്കിയ ഒരു ഇറക്കുമതിയാണ് അപ്പുറം അപ്പുറം ഇരിക്കുന്നത്. ഇരിക്കുന്നത്. ഇപ്പൊ ഗോപിക വന്നപ്പോൾ ഒരാളെ മാറ്റി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചതിക്കാത്ത ചന്തുല്ലെ സലിമേട്ട ചോദിക്കുന്നുണ്ടല്ലോ, ഇവന്റെ കൂടെ ഇവ പത്ത്, ഇവന്റെ കൂടെ നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും? ഞാൻ പറട്ടെ വെക്കുന്ന ഒരു ഇതാണ്. എന്റെ കൂടെ ഇപ്പൊ തൽക്കാലം ആരില്ല. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, അമൃത ടി വി പ്രേക്ഷകരുടെ മുമ്പിൽ വീണ്ടും വരികയാണ്. അപ്പൊ എന്ത് അതെ അതെ, തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡ് ഞാൻ. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അടിപൊളി. അപ്പൊ നമുക്ക് നല്ല ഡാൻസുകൾ ഇനി കാണാൻ പറ്റും, എസ്പെഷ്യലി ഇവരുടെയൊക്കെ കൂടെയുള്ള ഡാൻസുകൾ Yes. പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ മത്സരാർത്ഥികളുടെ പെർഫോമൻസിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് പറയാം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡുകളിൽ പുതുമകൾ തീരുന്നേ ഇല്ല ഗോപിക. ഇനി വേറൊരു ബൊണാൻസയാണ് ഇവർക്ക്, ഒരു ബോംബ് തന്നെയാണ്, ഒരു ഉണ്ടയാണ് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴുള്ള 2 യുവ നടന്മാരാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരാനായിട്ട് കേരള ഡാൻസ് ലീഗിൽ എത്തിയിരിക്കുന്നത്. അവരെ സ്വാഗതം ചെയ്താലോ? നല്ലൊരു കൈയടിയോടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ 2 പേരെയും സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് മിസ്റ്റർ ഷൈൻ ടോം ചാക്കോ ആൻഡ് അർജുൻ അശോകൻ. വെൽക്കം ടു KDL. ഷൈൻ ആൻഡ് അർജുൻ, രണ്ടുപേരുടെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. മലയാളികൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളുടെ ഭാഗം നിങ്ങൾ രണ്ടുപേരും. മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നല്ല കുറേ മൂവീസിന്റെ ഭാഗമാണ് നിങ്ങൾ. ജൂൺ ഉണ്ടായിരുന്നു ഇല്ലേ, പിന്നെ ഇഷ്കൽ അത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. ജൂണിൽ അതേ ഭയങ്കര രസമായിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഇല്ലേ. എനിക്ക് തോന്നുന്നു അർജുനെ കാണുമ്പോൾ ആദ്യം എല്ലാവരും ചോദിക്കുക അച്ഛനെ പറ്റി തന്നെ ആയിരിക്കും. അങ്ങനെ ഉണ്ടോ ആ ഒരു കണക്ഷൻ? ഉണ്ട്. അല്ല വരുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഇന്റർവ്യൂസിലും വന്ന ഉടനെ അച്ഛനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഞാനും അത് തന്നെ ചോദിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വന്നത്. അശോകൻ സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ മൂവീസ് ഒക്കെ കണ്ടിട്ട് റിവ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ റിവ്യൂ ഒന്നും അധികം പറയാറൊന്നുമില്ല. പുള്ളി കണ്ടിട്ട് ആടെ കുഴപ്പമില്ല, അടുത്ത കുറച്ച് മാത്രമേ പറയാറുള്ളൂ. വേറെ ഒന്നും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ടിപ്സ് തരുമോ, നീ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അതൊന്നുമില്ല. ഇല്ല, പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്ര നാളായിട്ടും മര്യാദക്ക് പോയാൽ മതി. മര്യാദക്ക് പോണം. അപ്പോൾ ഷൈൻ, ഇപ്പോൾ ഇഷ്കിൽ ഒരു വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിൽ എല്ലാ പെർഫോമൻസസിനും കൈയടി നേടിയെങ്കിലും ഏറ്റവും അധികം ഒരു വില്ലൻ കഥാപാത്രത്തെ ഇത്ര ഗംഭീരമായിട്ട് അവതരിപ്പിച്ചതിന് ഷൈനിന് ഒരുപാട് കൈയടി കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ മനസ്സ് കൈയടക്കി. ഓക്കെ, അപ്പോൾ പുതിയ മൂവി അത് തന്നെയാണ്. ഇപ്പം അതാണ് പുതിയൊരു സ്റ്റോറി ലൈഫിൽ അല്ലേ. ഈ ഉണ്ട
എന്താണ് ഈ ഉണ്ട? അത് പറയുമ്പോൾ വെടിയുണ്ട. ഉണ്ട്, ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ, അതോടെ തീർന്നു. ഒരു നമ്മൾ സാധാരണ ഉണ്ടാന്ന് പറയും. ഇത് മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു മൂവി, ആ ഒരു എക്സൈറ്റ്മെന്റ് എന്തൊക്കെയാണ് ഉണ്ടതിനെ പറ്റി നമുക്ക് പ്രേക്ഷകർക്ക് എന്തൊക്കെ അറിയാം, എന്താണ് അത് എന്ന് നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ എന്ത് പറയാം? ശരിക്കും കേരള പോലീസ് ക്യാമ്പിലുള്ള പോലീസുകാരുടെ സ്റ്റോറിയാണ്. ശരി, ക്യാമ്പിലുള്ള പോലീസുകാർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് പോകുന്നത്. ഓക്കെ. ശരിക്കും 2014 നടന്നിട്ടുള്ള ഒരു വാർത്ത, അതിനെ ബേസ് ചെയ്തിട്ട് അർഷദ് എഴുതിയൊരു തിരക്കഥ. സ്റ്റോറി എന്ന് പറയാമോ? ട്രൂ സ്റ്റോറി എന്ന് പറയാം. ഓക്കെ, കൈൻഡ് ഓഫ്. ആ ഒരു വാർത്തയിൽ നിന്നാണ് അങ്ങനെ ഒരു സ്റ്റോറിക്ക് അവർ സ്പേസ് കണ്ടെത്തുന്നത്. പിന്നെ ഖാലിദ് അതിനെ ഒരു മൂവിയാക്കി അവതരിപ്പിക്കുന്നു. ഓക്കെ. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന മാവോയിസ്റ്റ് എഫക്റ്റഡ് ഏരിയ ഇന്ത്യയിലെ റെഡ് അലേർട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ITBP ക്യാമ്പുകളാണ്, ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്ന വിഭാഗമാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ ഇലക്ഷൻ സമയം വരുന്ന സമയത്ത് എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തും അവർ പോലീസ് ബറ്റാലിയൻ കൊണ്ടുപോകും ഓരോ ക്യാമ്പിൽ. റിക്വയർമെന്റ്സ് ആവശ്യപ്പെടും. ഇത്ര പോലീസുകാരെ ഞങ്ങൾക്ക് വേണം ഇലക്ഷൻ ബൂത്ത് കൺട്രോൾ ചെയ്യാനും ഒക്കെ. അപ്പോൾ അതിനുവേണ്ടി പോകുന്ന ഒരു 10-90 പോലീസുകാർ, കേരള പോലീസുകാരുടെ കഥയാണത് മെയിൻ. അന്ന് ഗ്രൂപ്പായിട്ട് നമ്മൾ ഓരോ വോട്ടിംഗ് ക്യാമ്പിലേക്ക് പോകും. അപ്പൊ അതിലൊരു ഗ്രൂപ്പാണ് 8-9 പേര് അടങ്ങുന്ന മമ്മൂക്ക അടക്കം ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഗ്യാങ്. നിങ്ങളെല്ലാവരും അതിന്റെ ഞങ്ങൾ 2 പേരല്ല, ഞങ്ങൾ ഇനി ഒരു 8 പേരും കൂടി വരും.